ഈ സമ്മേളന കാലത്ത് പാർട്ടിയെ പിടിച്ചുലച്ച പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ പ്രതിരോധ കോട്ട തീർക്കാൻ CPIM ഒരുങ്ങുന്നു. തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവറിനോട് വിട്ടുവീഴ്ച വേണ്ട എന്ന സന്ദേശമാണ് പാർട്ടി നേതൃത്വം താഴെത്തട്ടിലേക്ക് നൽകുന്നത്. വിവാദത്തിൽ അണികൾക്കുള്ള ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനുള്ള മാർഗവും CPIM തേടുകയാണ്. ഇന്ന് മലപ്പുറത്തെ പ്രകടനങ്ങൾ ഇതിന്റെ തുടക്കമാണ്. പി വി അൻവർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ അല്പസമയത്തിനകം പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണാനിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തറും നമ്മളോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാനായി ഉണ്ട്. ബൽറാം, 2:30-ക്കാണല്ലോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പി വി അൻവർ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് സ്വഭാവത്തിലായിരിക്കും പാർട്ടിയുടെ പ്രതിരോധം എന്ന് നമുക്ക് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കപ്പെടും എന്ന് നമ്മൾ കരുതുന്നു. എന്താണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, പാർട്ടിയും സർക്കാരും ഇതുവരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പോലും ഏറ്റുവാങ്ങാത്തത്രയും കടുത്ത ഭാഷയിലുള്ള ആരോപണങ്ങളാണ് നേരിടുന്നത്. അത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച MLA-യുടെ ഭാഗത്തു നിന്നും ഇത് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പാർട്ടിയെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇക്കാര്യത്തിൽ ഉന്നത തലത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് വിശദമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്താനുള്ള തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഡൽഹി കേരള ഹൗസിലെ 202-ാം മുറിയിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താമസിക്കുന്നത്. അദ്ദേഹം തൊട്ടടുത്ത കൊച്ചിൻ ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ രാവിലെ കണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മാധ്യമങ്ങളെ കാണും എന്ന പ്രഖ്യാപനം നടത്തിയത്. ഇന്നലെ ഈ അൻവറിന്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്കുള്ള യാത്രയിലായതുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ അറിയില്ല എങ്കിൽ പോലും ആ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് ഒരു ചെറിയ പ്രതികരണം മാത്രമായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഡൽഹിയിൽ എത്തിയ ഉടൻ നടത്തിയത്. മുഖ്യമന്ത്രിയും ആരോപണങ്ങളെ തള്ളുന്നു, വിശദമായ പ്രതികരണം പിന്നീട് എന്നാണ്. ഇക്കാര്യത്തിൽ ഇന്ന് MV ഗോവിന്ദൻ നടത്തുന്ന രാഷ്ട്രീയ പ്രതികരണം അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെ നൽകേണ്ടതുണ്ട്. ഒപ്പം അൻവറിനെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനെതിരെ നിലവിൽ ഉള്ള പാർട്ടി നൽകിയ സ്ഥാനങ്ങൾ അതിൽ നിന്നും മാറ്റുന്നതായുള്ള തീരുമാനങ്ങൾ ഇതെല്ലാം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും അൻവർ തന്നെ ഇനി LDF MLA ആയിരിക്കില്ല, താൻ സ്വന്തമായി മാറിയിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം രാജിവെക്കില്ല എന്ന നിലപാട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ അൻവർ നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അത് അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള മറുപടി അത് തന്നെയാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത്, പാർട്ടി ഉദ്ദേശിക്കുന്നതും. ഇപ്പോൾ ഈ അൻവറിനെതിരായിട്ടുള്ളൊരു തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കപ്പെടും എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല PB അംഗങ്ങളായ MA ബേബി, വിജയരാഘവൻ ഇവരൊക്കെ ഡൽഹിയിലുണ്ട്. പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലുണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് കേരളത്തിൽ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി, ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ചർച്ച ചെയ്തിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷം അൻവറിനെതിരായിട്ടുള്ള സമീപനം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനിച്ചുറപ്പിച്ച ഒരു നിലപാട് പ്രഖ്യാപനമായിരിക്കുമോ 2:30-ക്ക് ഉണ്ടാവുക? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഇക്കാര്യത്തിൽ ആവശ്യമായ കൂടിയാലോചനകൾ എല്ലാ തലങ്ങളിലും നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഉന്നത നേതാക്കളുമായി, മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കളുമായി സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇക്കാര്യത്തിൽ പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായി തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെയും പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഓൺലൈനായി സെക്രട്ടേറിയറ്റ് യോഗം ഉൾപ്പെടെ ചേർന്ന് എടുത്ത തീരുമാനമായിരിക്കും സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രഖ്യാപിക്കുക. അൻവറിനെതിരായ നടപടി അത് ഉണ്ടാകും. രാജിവെക്കണമെന്ന ആവശ്യം ഉണ്ടായേക്കാം എന്ന സൂചനകളുണ്ട്. മറ്റ് തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ PV അൻവറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉള്ള മറ്റ് രാഷ്ട്രീയമായ മറുപടി. അൻവർ ഉന്നയിച്ചത് കേവലം ചില ആരോപണങ്ങളല്ല, തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങളായി
ഉണ്ടായിരുന്നു. അതിൽ പല വിഷയങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളുണ്ട്, സർക്കാരിനും പാർട്ടിക്കുമെതിരായ ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾക്കെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു മറുപടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്ന സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായത് പാർട്ടിക്കെതിരെ സംസാരിച്ചതിനെതിരെ മാത്രമാണ് നേതാക്കൾ ഇതുവരെയും പ്രതികരിച്ചത് എന്നും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ മെറിറ്റിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിലും മറ്റ് രാഷ്ട്രീയ കോണുകളിൽ നിന്നും. അതിൽ നിന്നും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു മറുപടി ഈ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കേരള ഹൗസിലെ ഈ കോൺഫറൻസ് ഹാളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലായി ഇവിടേക്ക് എത്തും. ഒന്നരയോടുകൂടിയാണ്. ശരി 2:30 മണിക്കാണ് എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഉള്ളത്. നമ്മളോടൊപ്പം ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എങ്ങനെയാണ് അൻവറിന്റെ ആരോപണങ്ങളെ ഇനി പാർട്ടിയും മുന്നണിയും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മുൻപ് പി സി ജോർജിനുണ്ടായ അതേ അനുഭവം അൻവറിനെയും തേടിയെത്തുമോ? അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്, പരിപൂർണ സ്വതന്ത്രനാവുകയാണ്, ഇരുപക്ഷത്തേക്കുമില്ല, നിയമസഭയിൽ നടുപക്ഷത്തിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അൻവർ പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ വിശദീകരണ യോഗം, പൊതുയോഗം വിളിച്ചിരിക്കുന്നു ഞായറാഴ്ച, കാര്യങ്ങളൊക്കെ അപ്പോൾ വ്യക്തമാക്കാം എന്നൊരു നിലപാട് അൻവർ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാം മറന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണ ശരങ്ങൾ തൊടുത്തുവിട്ടിരിക്കുകയാണ് അൻവർ. സ്വാഭാവികമായും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു തുറന്ന സമീപനം, തുറന്ന യുദ്ധപ്രഖ്യാപനം PV അൻവർ നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് പാർട്ടിയും മുന്നണിയും അൻവർ വിഷയം ഇനി കൈകാര്യം ചെയ്യുക? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു വാർത്താക്കുറിപ്പ്, ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ പ്രസ്താവനയിൽ PV അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് അത് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നു. അതാണ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കാൻ പോകുന്ന കാര്യം. അതിരൂക്ഷമായ വിമർശനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് PV അൻവറിനെതിരെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യം ഈ പ്രസ്താവന തുറന്നത് തന്നെ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെയും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണങ്ങളുടെ ജിഹ്വയായി PV അൻവർ MLA മാറിയിരിക്കുന്നുവെന്ന CPIM കഠിനമായ ഭാഷയിൽ, അതല്ലെങ്കിൽ അത്രയും ഗൗരവമുള്ള ഭാഷയിൽ PV അൻവറിനെ വിമർശിച്ച് രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ, അതല്ലെങ്കിൽ അല്പസമയം മുൻപ്, മിനിറ്റുകൾക്ക് മുൻപ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു. ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ നിർഭയമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലുണ്ട്. ഇത്തരം ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങളാകട്ടെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ ഇടപെടുകയും ചെയ്യുകയാണ്. പാർലമെന്ററി പ്രവർത്തനം എന്നത് പാർട്ടിയുടെ നിരവധി സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ്. എന്നിട്ടും പാർലമെന്ററി പാർട്ടിയിൽ സ്വതന്ത്ര അംഗമെന്ന നില പാർട്ടിയാകെ തിരുത്തുവാനുള്ള സ്ഥാനമാണെന്ന് കരുതി ഇടപെടുന്ന അല്പത്വമാണ് അൻവർ കാണിച്ചത് എന്നുള്ള കാര്യം ഒരു വിമർശനമായി CPM ഇപ്പോൾ പറയുന്നുണ്ട്, അവരുടെ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. അതൊന്നുകൂടി പറയണം. പാർലമെന്ററി പാർട്ടിയിൽ സ്വതന്ത്ര അംഗമെന്ന നില പാർട്ടിയെ ആകെ തിരുത്തുവാനുള്ള സ്ഥാനമാണെന്ന് കരുതി ഇടപെടുന്ന അല്പത്വമാണ് അൻവർ കാണിച്ചതെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു എന്ന പ്രസ്താവനയിലൂടെ പറയുമ്പോൾ സ്വാഭാവികമായും PV അൻവറിനെ പൂർണ്ണമായും CPIM വിമർശിക്കുന്നു. CPIM കൈവിട്ടുകൊണ്ട് PV അൻവർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തെ അടക്കം തള്ളുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്ന് രാവിലെ മുതൽ നേതാക്കൾ പ്രതികരിച്ചതിന്റെ കുറച്ചുകൂടി അതിരൂക്ഷമായ ഭാഷയിലുള്ള ഒരു പ്രതികരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയായി പുറത്തു വരുന്നു എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യം. കഴിഞ്ഞിട്ടില്ല അൻവറിനെതിരെയുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. പാർട്ടി അനുഭാവി അല്ലെങ്കിൽ പോലും നൽകുന്ന പരാതികൾ പരിശോധിച്ച് നീതി ലഭ്യമാക്കുക എന്നതാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ PV അൻവർ നൽകിയ പരാതികൾ പാർട്ടിയും സർക്കാരും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 മാസം കൊണ്ട് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ പരിശോധനയ്ക്ക് ശേഷം പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തു. പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമുള്ള ഒരാളും ഇത്തരം ഒരു സാഹചര്യത്തിൽ പൊതുപ്രസ്താവന നടത്തുകയില്ല. എന്നാൽ അൻവർ തുടർച്ചയായി വിവിധ വിമർശനങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉന്നയിക്കുകയാണ് ചെയ്തത്. മുൻകൂട്ടി നിശ്ചയിച്ച ചില അജണ്ടകളുമായാണ് അദ്ദേഹം രംഗത്തിറങ്ങിയതെന്ന കാര്യം വ്യക്തമാകുന്നു എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവരുടെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘപരിവാറിന്റെ അജണ്ട പ്രതിരോധിക്കുന്നതിന് എന്നും മുന്നിൽ നിന്ന് എന്നതിൻ്റെ പേരിൽ തലയ്ക്ക് വില പറയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും
മുന്നോട്ട് വെച്ചു അൻവർ എന്ന CPM-ന്റെ കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനമെന്ന പ്രചരണമാണ് ഉയർന്നു വന്നത്. ഇപ്പോഴാകട്ടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടുള്ള സന്ധിയാണെന്നും ചിലർ പ്രചരിപ്പിക്കുന്നു. മതനിരപേക്ഷത്വ രാഷ്ട്രീയത്തെ തകർക്കുക എന്ന മതരാഷ്ട്രവാദ കാഴ്ചപ്പാടുകളാണ് ഇത്തരം ആശയ പ്രചരണക്കാരെ സ്വാധീനിച്ചിരിക്കുന്നത്. നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുക എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രചരണങ്ങളാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് രാഷ്ട്രീയമായി തന്നെ കഴിഞ്ഞ അല്പസമയം മുൻപ് പി രാജീവ് തന്നെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടുമെന്ന ആ സംഘടനാപരമായിട്ടുള്ള നേരിടലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന. PV അൻവറിനോട് സന്ധിയില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി തന്നെ അവരുടെ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ എടുത്തു വായിക്കേണ്ടതുന്ന അൻവറിന് പറയാനുള്ള അവസരം പാർട്ടി കൊടുത്തു. എന്നാൽ പാർട്ടി പറഞ്ഞ സർക്കാർ പറഞ്ഞ ഒരു മാസത്തെ സമയം അതുപോലും കാത്തു നിൽക്കാതെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്നുകൊണ്ട് അൻവർ ചില കാര്യങ്ങൾ നടത്തി പാർട്ടിയെ വെല്ലുവിളിച്ചു. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ ഷഫീദിലേക്ക് വരാം. ചെറിയ ചില സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഷഫീദിന്റെ ശബ്ദം അത്രയ്ക്ക് ക്ലാരിറ്റിയിൽ കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഷഫീദ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന വായിച്ചുകൊണ്ടാണ് ഷഫീദ് ഈ വിഷയത്തിൽ എന്താണ് പാർട്ടി ഇനി തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നതിന്റെ സൂചന ഈ പ്രസ്താവനയിൽ, ഈ വാക്കുകളിൽ പ്രകടമായി നിൽക്കുന്നുണ്ട്. ആ കാര്യമാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഷഫീദ് വായിച്ചത്, പാർലമെന്ററി പാർട്ടിയിൽ സ്വതന്ത്ര അംഗം എന്ന നില പാർട്ടിയെ ആകെ തിരുത്താനുള്ള സ്ഥാനമാണെന്ന് കരുതി ഇടപെടുന്ന അല്പത്വമാണ് അൻവർ കാണിച്ചത് എന്ന് പാർട്ടി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയും സർക്കാരും PV അൻവർ എന്ന ഭരണകക്ഷി MLA-യെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ഈ വാർത്താക്കുറിപ്പിലെ പ്രസ്താവന. അതിൽ പാർട്ടി അനുഭാവി അല്ലെങ്കിൽ പോലും നൽകുന്ന പരാതികൾ പരിശോധിച്ച് അതിൽ നടപടിയെടുക്കാം എന്ന് സർക്കാരിൽ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പാർട്ടിയും വേണ്ടി വന്നാൽ പരിശോധിക്കാം എന്ന് ഉറപ്പ് കൊടുത്തിട്ട് പിന്നെയും പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല എന്നും സംഘപരിവാറിന്റെ അജണ്ട പ്രതിരോധിക്കുന്നതിന് എന്നും മുന്നിൽ നിന്നിട്ടുള്ള മുഖ്യമന്ത്രിയെ സംശയത്തിന് നിഴലിലാക്കിയിരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഈ പ്രസ്താവന. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയിൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ പ്രതിരോധിക്കാനും അവയ്ക്കെതിരെ ജാഗ്രത പാലിക്കാനും കഴിയണം എന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ വാർത്താക്കുറിപ്പ്, ഈ പ്രസ്താവന അവസാനിക്കുന്നത്. B ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ തെളിവുകൾ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്, അത് പുറത്തു വരുമെന്നാണ്. അപ്പോൾ വലിയൊരു ഭീഷണി സ്വരം PV അൻവറിന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടതാണ്. രണ്ട്, PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ളതാണ്. PC ജോർജിനെ പോലെ തന്നെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മറ്റൊരൊറ്റയാനായി PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും അടയാൻ പോവുകയാണോ എന്ന ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഈ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെയല്ല, P ശശിക്കെതിരെയല്ല, ADGP-ക്കെതിരെയല്ല, മുഖ്യമന്ത്രിക്കെതിരെയാണ് PV അൻവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഘട്ടത്തിൽ പാർട്ടി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ്.